മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വടക്കൻ വീരകഥ റിലീസിനെത്തുകയും ആദ്യ ആഴ്ച പിന്നിടുന്നു. അതായത് 3 ദിനങ്ങൾ പിന്നിടുകയാണ്, അല്ലാതെ 7 ദിനങ്ങളല്ല. അങ്ങനെ 3 ദിനങ്ങൾ കൊണ്ട് സിനിമ 50 ലക്ഷം രൂപ നേടിയിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന ഒരു സ്കോർ ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഓരോ ദിവസവും സിനിമയുടെ ഷോ കൗണ്ടുകൾ കൂട്ടുന്നുണ്ട്, പലയിടത്തും തിയേറ്ററുകളും ആടിയുന്നുണ്ട്. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കേരള കളക്ഷൻ മാത്രമാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച പോലെ തന്നെ ആദ്യ ദിനം 12 ലക്ഷത്തിനടുത്തുണ്ടാകുമെന്ന്, പിന്നീട് 15 ലക്ഷം രൂപയും അതിനുശേഷം 22-25 ലക്ഷം രൂപയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിച്ചുവെങ്കിൽ ഏകദേശം ഏറെക്കുറെ ആ റേഞ്ചിലേക്ക് തന്നെയാണ് കേരള കളക്ഷൻ എത്തിയിരിക്കുന്നത്. കാരണം 3-ാം ദിവസമായ ഞായറാഴ്ച തന്നെയാണ് സിനിമയെ ഞെട്ടിച്ചിരിക്കുന്നത്, ബോക്സ് ഓഫീസിനെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇവിടെ മമ്മൂട്ടി സിനിമ എന്നതിനേക്കാൾ ഉപരി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് തിയേറ്ററിൽ സിനിമയ്ക്ക് പോകാത്ത ജനങ്ങൾ അങ്ങനെ തിയേറ്ററിലേക്ക് കയറുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസ് വരികയും ചെയ്തിരിക്കുന്നത്. ഇനിയും എടുത്തു പറയാനുള്ള കാര്യം ഫാൻസിനോട് തന്നെയാണ്, എതിരാളികളോടൊന്നും പറയാനില്ല. കാരണം ഒരു നല്ല സിനിമ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ഒരുപക്ഷെ ആളുകളുടെ മനസ്സ് അറിഞ്ഞു വേണം സിനിമ ഇറക്കണമെന്നാണ് ഇതിനോടകം പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമ റിലീസ് ചെയ്യുന്നവരോട് പറയാനുമുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല, നല്ല ലെവലിലുള്ള കളക്ഷനായി ഇന്നും സിനിമയ്ക്ക് മുന്നോട്ട് പോകുന്നു എന്ന് വെച്ച് ഇന്നലത്തിൻ്റെ അത്രയും മിനിഞ്ഞാന്നത്തിൻ്റെ അത്രയും ഉണ്ടാവില്ല. ഇന്നും സിനിമയ്ക്ക് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തന്നെ ആഡ് ചെയ്യപ്പെടുകയും ഒപ്പം അതൊക്കെ തന്നെ ഓറഞ്ച് അലർട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. കേരളത്തിന് പുറത്തുള്ളതും വിദേശത്തെയും ചേർന്ന് വരുമ്പോൾ തീർച്ചയായും നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 80 ലക്ഷം മുതൽ 90 ലക്ഷത്തിനിടയിലായിരിക്കാം സിനിമയുടെ ആദ്യ വാര കളക്ഷൻ എന്നുള്ളതാണ്. എന്താണേലും ഇതുവരെ യാതൊരു അനക്കവും സിനിമയുടെ കളക്ഷനിൽ ഒരു ട്രാക്കർ പോലും വന്നിട്ടില്ലായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ ഇത് തന്നെയാണ്. 50 ലക്ഷം തികച്ചു എന്നുള്ള ആ ഒരു വാർത്ത തന്നെ. എന്തായാലും മികച്ച രീതിയിൽ ചതിയൻ ചന്തു മുന്നോട്ട് പോവുകയാണ്. ചന്തു ചതിക്കും എന്നുള്ളതാണ് പണ്ടത്തെ കാര്യമെങ്കിൽ ചന്തു ചതിക്കുന്ന ചന്തുവാണ് നായകൻ എന്നുള്ള ചന്തുവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഈ ഒരു സിനിമ എങ്ങനെയൊക്കെയായിരുന്നോ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അതിന് മുകളിലേക്ക് എത്തുന്നു ഈ ഒരു കാലഘട്ടത്തിലും. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് പോകുന്നവർ ഒന്ന് കമൻസിലൂടെ ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇതിനു മുമ്പ് കണ്ടവർ പറയാം, ഇനി പോകണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ഇതുവരെ സാധിക്കാത്തവരാണെങ്കിലും സാരമില്ല, അതൊന്ന് നിങ്ങളുടെ കമൻസിലൂടെ പറയാം. ഒപ്പം ഫാൻസിനോട് ഒരു കാര്യം തന്നെ പറയാനുണ്ട്. ഇത് അപേക്ഷയോ ആജ്ഞയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. തിയേറ്ററിൽ പോയി നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ സിനിമയ്ക്ക് കളക്ഷൻ വരും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എന്തോരം പോസ്റ്റ് ചെയ്താലും കളക്ഷൻ വരില്ല എന്നുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.